ചില മനുഷ്യരുണ്ട്, ചുറ്റും ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കല്ല എന്ന് സ്വയം വിശ്വസിക്കാൻ പഠിച്ചവർ. പ്രതിസന്ധികൾ വന്ന് മൂടുമ്പോഴും ആരുടെയും കൈത്താങ്ങിനായി കാത്തു നിൽക്കാതെ സ്വന്തം തോളിൽ തട്ടി എനിക്ക് പറ്റുമെന്ന് പറയാൻ ശീലിച്ചവർ. പ്രത്യേകിച്ചും ഒരു സ്ത്രീ. അവൾ എല്ലാം നേരിട്ട് സ്വതന്ത്രമായി ജീവിക്കാൻ പഠിച്ചെടുക്കുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതൊരു റീബർത്താണ്. 12 to 15 വയസ്സ് മുതൽ തുടങ്ങുന്ന പീരീഡ്സ്. അവിടുന്ന് തുടക്കം കുറിച്ച് എല്ലാ മാസവും വരുന്ന ആ ദിവസങ്ങളിലെ വേദനകളും സ്ട്രെസ്സും, ശേഷമുള്ള വിവാഹം, അവിടൊന്നും ഒരു ബോഡി ചേഞ്ചാണ് സംഭവിക്കുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ആ ടൈമിലും ഇമോഷണലി ആൻഡ് മെന്റലി ഒരു വല്ലാത്തൊരു സ്റ്റേജിലൂടെ ആവും ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഉറങ്ങാതെയുള്ള രാത്രികൾ, അങ്ങനെ കംപ്ലീറ്റ്ലി ഫിസിക്കലി ആൻഡ് മെന്റലി ചേഞ്ചാണ് ഒരു സ്ത്രീയുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീ കടന്നു പോകുന്ന സ്റ്റേജിലൂടെ ഒന്നും ഒരു പുരുഷൻ കടന്നു പോകുന്നില്ല. ഈ വുമൺഹുഡ് എന്ന് പറയുന്ന സ്റ്റേജ് തന്നെ സ്ത്രീകളുടെ രണ്ടാം ജന്മമാണ്. ചെറിയൊരു കാര്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കുവാൻ പ്രാപ്തിയുള്ളവളായി അവൾ മാറുമ്പോൾ അവൾ തോൽപ്പിച്ചു കളയുന്നത് അവളെ ഇല്ലാതാക്കാൻ നോക്കിയ സാഹചര്യങ്ങളെയാണ്. പണമോ പദവിയോ മാത്രമല്ല ഇവിടെ സ്വാതന്ത്ര്യം. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവമാണ് യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഏജ് കൂടുന്തോറും ഡിപ്പെൻഡന്റ് ആവുക എന്നതിലുപരി അവൾ ഇൻഡിപെൻഡന്റ് ആവുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആവുക എന്നത് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്ന ഒന്നാണെന്ന് അവൾ തിരിച്ചറിയുന്നു. സഹായിക്കാൻ ആളുകൾ ഉള്ളത് നല്ലതാണ്, എന്നാൽ ആരുമില്ലാത്ത അവസ്ഥ വന്നാലും എൻ്റെ ജീവിതം ഞാൻ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചിട്ട് പറയാൻ ഓരോ സ്ത്രീക്കും സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കുക, സാമ്പത്തിക ഭദ്രത നേടുക, എല്ലാത്തിലും ഉപരി മാനസികമായി ശക്തരാവുക, ഇതാണ് ഒരു സ്ത്രീ സ്വയം നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം. താങ്ക് യു.